4 പതിറ്റാണ്ടുകൾക്കിപ്പുറം ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാരനായി വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല. രാകേഷ് ശർമ്മയുടെ 1984 ദൗത്യത്തിന്റെ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ച ശുഭാംശുവിന്റെ ചരിത്ര നേട്ടം ഭൂമിക്കപ്പുറമുള്ള ഇന്ത്യയുടെ അഭിലാഷങ്ങളുടെ പുതിയ യുഗത്തെ കൂടിയാണ് അടയാളപ്പെടുത്തുന്നത്. ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായ ശുഭാംശു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി. സാങ്കേതിക രംഗത്ത് രാജ്യത്തിന്റെ വളരുന്ന ആത്മവിശ്വാസം, ആഗോള സഹകരണം, ആഗോള ബഹിരാകാശ സമൂഹത്തിന് അർത്ഥവത്തായ സംഭാവന നൽകാനുള്ള സന്നദ്ധത എന്നിവയുടെ പ്രതീകമാണ് ആക്സിയം 4 ദൗത്യത്തിലെ ഇന്ത്യൻ പങ്കാളിത്തം. എന്റെ തോളിലെ ത്രിവർണം പറയുന്നു, ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പമാണ്. വരൂ, നമുക്കൊരുമിച്ച് ഇന്ത്യയുടെ ഹ്യൂമൻ സ്പേസ് പദ്ധതിയുടെ യാത്ര ആരംഭിക്കാം. ജയ് ഹിന്ദ്, जय भारत। मैं अपने शोल्डर पे अपना तिरंगा जो मैं लेके चल रहा हूँ, मैं मानता हूँ कि आप सब मेरे साथ हैं, तो मैं ये भी समझ लेता हूँ कि आप सब भी मेरे साथ उत्साहित हैं और मुझे लगता है कि अगले 14 दिन बहुत ही एक्साइटिंग जाने वाले हैं। धन्यवाद। जय हिंद, जय भारत। ജൂൺ 25-ന് യുഎസിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ബഹിരാകാശത്തേക്ക് കുതിച്ച ആക്സിയം 4 ദൗത്യത്തിലെ അംഗമായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ പേടകത്തിൽ നിന്നുള്ള ആദ്യ സന്ദേശമാണ് ഇത്. ഏതൊരു ഇന്ത്യക്കാരനിലും അഭിമാനമുണർത്തുന്ന വാക്കുകൾ. മനുഷ്യനെ ബഹിരാകാശത്തിലെത്തിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയുടെ ഗഗയാൻ പദ്ധതിയിലേക്കുള്ള ആദ്യ കാൽവെപ്പാണ് ശുഭാംശു ശുക്ലയുടെ ഈ യാത്ര. മിഷൻ പൈലറ്റായ ശുഭാംശു ശുക്ലയ്ക്ക് പുറമെ അമേരിക്കയുടെ കമാൻഡർ പെഗി എവിറ്റ്സൺ, പോളണ്ടിൽ നിന്ന് മിഷൻ സ്പെഷ്യലിസ്റ്റ് സ്ലാവോസ് ഒസൻസ്കി വിനീസ്കി, ഹംഗറിയിൽ നിന്ന് ടിഗൂർ കാപ്പു എന്നിവരാണ് ആക്സിയം 4 ദൗത്യത്തിലെ അംഗങ്ങൾ. ഇന്ത്യ, ഹോളണ്ട്, ഹംഗറി എന്നീ രാജ്യങ്ങളിൽ നിന്നും ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യത്തെ ദൗത്യവും 40 വർഷത്തിനിടയിലുള്ള സർക്കാർ പിന്തുണയുള്ള രണ്ടാമത്തെ മനുഷ്യ ദൗത്യവും കൂടിയാണ് ആക്സിയം 4 അഥവാ ആക്സ് 4. നാസയും സ്പേസ് എക്സും ആക്സിയം സ്പേസും ISROയും ചേർന്നുള്ള ദൗത്യമാണ് ഇത്. സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ എന്ന പേടകത്തിൽ യാത്ര തിരിച്ച ദൗത്യസംഘം 28 മണിക്കൂർ യാത്ര ചെയ്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. ക്രൂ നമ്പർ 634 ബഹിരാകാശ നിലയത്തിലെത്തിയ ശുഭാംശു ശുക്ല യാത്ര സുഗമമായിരുന്നുവെന്നും നിലയത്തിൽ എത്തിയതോടെ കൂടുതൽ ആത്മവിശ്വാസം നേടാനായതായും അറിയിച്ചു. ഭൂമിയെ നിലയത്തിൽ നിന്ന് കാണാൻ അവസരം ലഭിച്ചത് തനിക്ക് കിട്ടിയ വലിയ അംഗീകാരമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. To be fair, it is a privilege to be amongst the few who have got the chance to see the Earth from a vantage point that I have been able to see now. It has been a wonderful ride. It has been great, and I was looking forward to come to space. It is something to look forward to as such. But the minute I entered the International Space Station and you guys, this crew, you just made me feel so welcome, as if you literally opened your doors, like your house doors for us. That's true. So, but it was fantastic. I feel even better. Whatever expectation I had of coming here, they were surpassed by the view. Of course, that's the big part of it, but by you guys as well. So, thank you so much. I think this was fantastic. This is wonderful, and I'm very, very confident that the next 14 days are going to be amazing. Doing, as you said, advancing science and research and working together. Thank you so much. മനുഷ്യന്റെ ആരോഗ്യം, ഭൗമനിരീക്ഷണം, ഭൗതികശാസ്ത്രം തുടങ്ങിയ മേഖലകളിലായി ഏകദേശം 60 ശാസ്ത്രീയ ഗവേഷണങ്ങൾ ബഹിരാകാശ നിലയത്തിൽ ദൗത്യസംഘം നടത്തും. 15 വർഷം മുൻപ് ആരംഭിച്ച ഇന്ത്യയുടെ ഗഗയാൻ പദ്ധതി ഏതാണ്ട് അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്ന വേളയിൽ ശുഭാംശുവിന്റെ യാത്രയ്ക്ക് നിർണായക പ്രാധാന്യമാണ് ഉള്ളത്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നിർണായക സാങ്കേതിക വിദ്യകൾ തദ്ദേശീയമായി വികസിപ്പിച്ച് ബഹിരാകാശ മേഖലയെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതിൽ ISRO മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ആക്സിയം 4 ദൗത്യത്തിൽ നിന്നുള്ള വിവരങ്ങൾ ഗഗയാൻ പദ്ധതിക്ക് കൂടുതൽ കരുത്തേകുമെന്നാണ് ISROയുടെ വിലയിരുത്തൽ. ആക്സിയം 4 ദൗത്യം ഇന്ത്യയുടെ വികസിത ഭാരതത്തിലേക്കുള്ള കുതിപ്പിനെ സൂചിപ്പിക്കുന്നതായി കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിന് കീഴിൽ വിക്രം സാരാഭായിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നതിനെയാണ് ആക്സിയം 4 അടയാളപ്പെടുത്തുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ധീരമായ പരിഷ്കാരങ്ങളുടെ ഫലമാണ് ഈ നാഴികക്കല്ലെന്ന് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. സാങ്കേതികവിദ്യ പിന്തുടരുന്ന ഒരു രാഷ്ട്രത്തിൽ നിന്ന് ബഹിരാകാശ പരിവേഷണത്തിൽ മറ്റു രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ആഗോള പങ്കാളിയായി ഇന്ത്യ മാറിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദൗത്യത്തിൽ ഇന്ത്യയുടെ സംഭാവന എടുത്തുപറഞ്ഞ കേന്ദ്രമന്ത്രി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പരീക്ഷണ കിറ്റുകൾ ഉപയോഗിച്ച് ശുഭാംശു നടത്തുന്ന വിപുലമായ പരീക്ഷണങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. Or maybe they did not envisage a global role for India, which happened after 2014, because Prime Minister Modi was very clear that India has to follow global strategies, live up to global parameters, and our benchmarks have not to be domestic benchmarks.
For example, if I start a TV channel, I don't have to say that I have to have a TRP better than the other 5 channels around. I have to see which is the best TRP across the world and match that. So that sense of competitiveness, healthy competitiveness, is actually imperative or a prerequisite for India to reach that pedestal of Viksit Bharat. So we are now operating on a larger scale, competing at a much larger scale, and also planning our strategies and priorities accordingly, which was not possibly happening earlier. That's right. And of course, that is not possible unless you have a compatible support from the policymakers, the political dispensation. ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി 7 മൈക്രോഗ്രാവിറ്റി ഗവേഷണ പരീക്ഷണങ്ങളാണ് ISRO ബഹിരാകാശ നിലയത്തിലെ ലബോറട്ടറിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. 14 ദിവസം നിലയത്തിൽ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ ശേഷം ആക്സിയം 4 ദൗത്യസംഘം മടങ്ങും. ഇന്ത്യയുടെ ഏറെക്കാലമായി കാത്തിരുന്ന ഗഗയാൻ ദൗത്യം ഉൾപ്പെടെ ഭാവിയിലെ ആഴത്തിലുള്ള ബഹിരാകാശ ദൗത്യങ്ങൾക്കും ബഹിരാകാശത്ത് മനുഷ്യന്റെ സാന്നിധ്യത്തിന്റെ ദീർഘകാല സുസ്ഥിരതയ്ക്കും ഈ പഠനങ്ങൾ ഗണ്യമായി സംഭാവന നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആക്സിയം 4 ദൗത്യത്തിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയുടെ സാന്നിധ്യം വ്യക്തിപരമായ നാഴികക്കല്ല് എന്നതിലുപരി ബഹിരാകാശ ശാസ്ത്രത്തിൽ ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന കഴിവുകളെയും ആഗോള നിലവാരത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ഗഗയാൻ, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ തുടങ്ങിയ സംരംഭങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നൂതന ഗവേഷണം, തന്ത്രപരമായ പങ്കാളിത്തം, ശക്തമായ കാഴ്ചപ്പാട് എന്നിവയിലൂടെ ബഹിരാകാശത്ത് സുസ്ഥിരമായ മനുഷ്യ സാന്നിധ്യത്തിന് ഇന്ത്യ അടിത്തറയിടുകയാണ്. നയപരിഷ്കാരങ്ങൾ, സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം, നൂതന സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ സംയോജനം ബഹിരാകാശ മേഖലയിലെ ശാസ്ത്രീയ പുരോഗതിയെ നയിക്കുക മാത്രമല്ല, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഇന്ധനമാകും.